കാൽ നൂറ്റാണ്ട് വാർഡംഗമായിരുന്ന തന്നെ തകർക്കാൻ ബി.ജെ.പി. നേതാക്കൾക്ക് കഴിയില്ലെന്ന സീറ്റ് നിഷേധിക്കപ്പെട്ട മുൻ കൊല്ലം തൃക്കോവിൽവട്ടം പഞ്ചായത്ത് അംഗം വസന്ത ബാലചന്ദ്രൻ എക്കാലത്തും സീറ്റ് നൽകാൻ 17-ാം വാർഡ് വസന്തയുടെ കുടുംബസ്വത്തല്ലെന്ന ബി.ജെ.പി. സ്ഥാനാർത്ഥി ബൈജു പുതുച്ചിറ. ബി.ജെ.പി. പ്രവർത്തകർ തമ്മിലെ ഏറ്റുമുട്ടലിൽ വിജയമാർക്കെന്ന് കണ്ടറിയാം. കൊല്ലം തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്തിലെ പേരയം ദിവ്യ കോട്ടേജിൽ ബാലചന്ദ്രൻ പിള്ളയും ഭാര്യയും പഞ്ചായത്ത് അംഗവുമായ വസന്ത ബാലചന്ദ്രനും സൈക്കിളിൽ സഞ്ചരിച്ച് പാർട്ടി പ്രവർത്തനം നടത്തിയവർ. ഇരുവരും തയ്യൽ തൊഴിലാളികൾ. കഴിഞ്ഞ 25 വർഷമായി 17-ാം വാർഡിന്റെ ജനപ്രതിനിധിയാണ് വസന്ത. വസന്തയെ ബി.ജെ.പി. നേതൃത്വം ഇക്കുറി തഴഞ്ഞു. ഇനി പുതുതലമുറയ്ക്ക് വഴിമാറണമെന്നാണ് സീറ്റ് നിഷേധിച്ചതിന് നൽകിയ ന്യായീകരണം. വസന്തയ്ക്ക് മറുപടിയുണ്ട്. തന്നെ എല്ലാ നിലയിലും തകർക്കാനായിരുന്നു ശ്രമം. താൻ സ്വതന്ത്രയായി മത്സരിച്ച് ഇതിന് പകരം ചോദിക്കും. താഴെത്തട്ട് ശരിയല്ല. താഴെത്തട്ടെന്ന് പറഞ്ഞാൽ ബൂത്ത് തലങ്ങൾ ശരിയല്ല. ബൂത്ത് തലങ്ങളിൽ അവർ കമ്മിറ്റി കൂടാനോ അല്ലെങ്കിൽ ആൾക്കാരെ സംഘടിപ്പിക്കാനോ ഇലക്ഷൻ വരുമ്പോൾ മാത്രം എല്ലാ ബൂത്തിലും ഇതെല്ലാവരും അറിയണം. ഇലക്ഷൻ വരുമ്പോൾ മാത്രം എല്ലാ ബൂത്തിലും ബി.ജെ.പി. സ്ഥാനാർത്ഥിയെ നിർത്തും. പക്ഷേ വോട്ട് കിട്ടുന്നത് നിങ്ങൾ നോക്കണം. അഥവാ ജയിച്ചു വന്നാൽ പിന്നെ അവരെ കാണത്തില്ല ഒരു കാര്യത്തിനും. അതാണ് ഇവിടെ നടക്കുന്നത്. എക്കാലവും സീറ്റ് നൽകാൻ 17-ാം വാർഡ് വസന്തയുടെ കുടുംബസ്വത്തല്ലെന്ന് ഇതേ വാർഡിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി ബൈജു പുതുച്ചിറ കൈരളി ന്യൂസിനോട് പറഞ്ഞു. ഒരു വസന്തബാലൻ 2 വസന്തബാലൻ ഇവിടെ സ്വതന്ത്രമായിട്ട് മത്സരിച്ചാലും ഈ സീറ്റ് ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുന്ന പ്രശ്നമില്ല. ഇത് ഒരു കുടുംബസ്വത്താക്കി കണ്ടിരിക്കാം അവർ, നമുക്കറിഞ്ഞൂടാ. ബാലചന്ദ്രൻ പിള്ള ഹിന്ദു ഐക്യവേദിയുടെ തൃക്കോവിൽവട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് പദവി വഹിക്കുന്നു. ബി.ജെ.പി. മഹിളാ മോർച്ച ഭാരവാഹിയായിരുന്നു വസന്ത. പാർട്ടിയെ വളർത്തിയ തന്നെ അവഗണിച്ചതിന് സ്വതന്ത്രയായി മത്സരിച്ച് മറുപടി പറയുകയാണ് ലക്ഷ്യം. താഴെത്തട്ടിലെ തന്നെ പോലുള്ളവരെ വെട്ടിനിരത്തിയാൽ ബി.ജെ.പി. ഇവിടെ വളരില്ല. മാത്രമല്ല, തന്നോട് ചെയ്ത ചതിക്ക് ബി.ജെ.പി. ജില്ലാ നേതൃത്വം മറുപടിയും പറയേണ്ടി വരും. 4 പതിറ്റാണ്ടിലേറെ ബി.ജെ.പി. അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി അഹോരാത്രം കുടുംബം പോലും എല്ലാം മാറ്റിവെച്ച് ഈ പൊതുപ്രവർത്തനത്തിൽ സജീവമായി നിന്ന ബി.ജെ.പിയുടെയും ഹിന്ദു ഐക്യവേദിയുടെയും ഈ ദമ്പതികളാണ് ഈ ഇരിക്കുന്നത്. അവർ കഴിഞ്ഞ 25 വർഷമായി തൃക്കോവിൽവട്ടത്തിലെ 17-ാം വാർഡിലെ മെമ്പറായിരുന്നു. ഇപ്പോൾ ഇക്കുറി സ്ഥാനാർത്ഥിത്വം നൽകിയില്ല. അവരിപ്പോൾ സ്വതന്ത്രയായി മത്സരിക്കുകയാണ്. ആര് പറഞ്ഞാലും ഇതിൽ നിന്ന് പിന്മാറില്ല എന്ന ഉറച്ച നിലപാടിലാണ് അവർ. മാറില്ല. അപ്പോൾ അവരത് ജനങ്ങൾ അവർക്ക് നൽകുന്ന ഒരു അംഗീകാരമുണ്ട്. ആ അംഗീകാരം വഴി ചുട്ട മറുപടി ബി.ജെ.പിക്ക് നൽകാനാണ് ഈ ദമ്പതികളുടെ തീരുമാനം. ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.